പഴയ കാലഘട്ടത്തിലേക്കും അവരുടെ ജീവിത രീതികളിലേക്കുമുള്ള ഒരു എത്തിനോട്ടമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തറവാടുകളിലേക്കുള്ള യാത്ര. വർഷങ്ങൾ പഴക്കമുള്ള ആ പഴയ വീടുകളിൽ പോയി അവിടെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ അവരുടെ ജീവിത രീതി മനസ്സിലൂടെ കടന്നു പോകാറുണ്ട്. പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള കോങ്ങാടിലേക്ക് ഇന്നത്തെ യാത്ര. കോങ്ങാട് എന്ന സ്ഥലം കാണാനല്ല, അവിടെയുള്ള പഴയ ഒരു വീട് കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. കോങ്ങാടുള്ള ചെറായ എന്ന സ്ഥലത്തേക്കാണ് ഈ യാത്ര. ഏകദേശം 45 മിനിറ്റ് റൈഡ് ചെയ്ത് ഈ കൊച്ചു ഗ്രാമത്തിലെത്തി. മനോഹരമായ ഈ വഴിയിലൂടെ കുറച്ചു ദൂരം നടന്നു വേണം ഇന്ന് കാണാൻ പോകുന്ന തറവാടിന് മുന്നിലെത്താൻ. രാത്രിയെല്ലാം നല്ല മഴയായിരുന്നു. ഇപ്പം എന്തായാലും വെയിൽ വന്നിട്ടുണ്ട്. ഇതിനു മുൻപ് ചെയ്ത 3 വീഡിയോസും തറവാടുകൾ തന്നെയായിരുന്നു. പക്ഷേ അത് മൂന്ന് തരത്തിലുള്ള തറവാടുകളായിരുന്നു. ഞാറ്റുപുര, നാലുകെട്ട്, മന, പത്തായപ്പുര എന്ന വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന പല രീതികളിലുള്ള തറവാട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ വേറൊരു രീതിയിലുള്ള തറവാടാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഒരു വീട്ടിലേക്ക് വണ്ടി പോകാൻ റോഡില്ലാത്ത അവസ്ഥ ആലോചിക്കാൻ പറ്റും. പാലക്കാടിൻ്റെ ഉൾഗ്രാമങ്ങളിൽ ഇപ്പോഴും അതുപോലുള്ള കുറേ തറവാടുകളുണ്ട്. അതിലൊന്ന് മൺപാതകളെല്ലാം താണ്ടി നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ആ തറവാട്. ആ വീടിൻ്റെ ഗേറ്റിലെത്താൻ ഇനിയും കുറച്ച് ദൂരം കൂടി നടക്കാനുണ്ട്. പക്ഷേ രാവിലെ തിളം വെയിലും കൊണ്ട് ഈ മനോഹരമായ ഗ്രാമവഴിയിലൂടെ നടക്കുമ്പോൾ മനസ്സിൽ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. നെൽപ്പാടങ്ങളെക്കാൾ കൂടുതൽ റബ്ബർ തോട്ടങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുക. അങ്ങനെ നടന്ന് തറവാടിൻ്റെ ഗേറ്റിന് മുന്നിലെത്താറായി. ഈ കാണുന്ന ഗേറ്റ് കടന്ന് അകത്ത് കയറിയാൽ ഇന്ന് കാണാൻ പോകുന്ന മനോഹരമായ ആ തറവാടിന് മുന്നിലെത്താൻ കഴിയും. ഹിൽ സ്റ്റേഷനിൽ കയറി വന്ന് കാട്ടിനുള്ളിലൂടെ ട്രെക്ക് ചെയ്യുന്നൊരു പ്രതീതിയായിരുന്നു തറവാട്ടിലേക്കുള്ള വഴിയിലൂടെ നടന്നു വന്നപ്പോൾ എനിക്ക് കിട്ടിയത്. കാരണം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വൻ വൃക്ഷങ്ങൾക്കിടയിലായിട്ടാണ് ഈ തറവാട് സ്ഥിതി ചെയ്യുന്നത്. 170 വർഷം മുമ്പ് ചെറിയൊരു പുര ഇവിടെ കെട്ടി ആ കാലഘട്ടത്തിൽ ഈ തറവാട്ടിലുള്ളവർ ഇവിടെ താമസം തുടങ്ങായിരുന്നു. പിന്നീട് അത് പൊളിച്ചു മാറ്റി ഇവിടെ ഈ കാണുന്ന പത്തായപ്പുര പണിതു. ഒരു കാലഘട്ടത്തിൽ ഈ വീടിനുള്ളിൽ 35 പേരോളം ഒരുമിച്ച് താമസിച്ചിരുന്നു. കൊണ്ടാഴിയിൽ തറവാട് എന്ന ഈ തറവാടിൻ്റെ പേര്. കൃഷിയിൽ നിന്ന് മാറി അന്യ നാടുകളിൽ ജോലിക്കായി ഈ തറവാടിൽ നിന്ന് പോകുന്നവരുടെ എണ്ണം കൂടിക്കൂടി വന്നു. ഒരു കാലത്ത് 35ഓളം ആളുകൾ താമസിച്ചിരുന്ന ഈ തറവാട്ടിൽ അവസാനം ഒരു മുത്തശ്ശി മാത്രമായി ഒതുങ്ങി. ആ മുത്തശ്ശിയുടെ കാലശേഷം തറവാടിനെ എന്ത് ചെയ്യണം എന്ന സംശയം എല്ലാവരുടെ മനസ്സിലും കടന്നുകൂടി. അധികം ആലോചിച്ച് നിൽക്കാതെ ഈ നാട്ടുകാരെല്ലാം രാജേട്ടൻ എന്ന് വിളിക്കുന്ന രാമകൃഷ്ണൻ എന്ന 67 വയസ്സായ ഈ തറവാട്ടിലെ ഒരംഗം ഈ വീട് നശിപ്പിച്ചു കളയില്ല, ഇത് സ്വന്തമായി എടുത്ത് കാത്തു സൂക്ഷിച്ചോളാം എന്ന മഹത്തായ തീരുമാനത്തിലെത്തി. അങ്ങനെ ഒരു തീരുമാനം ഇന്ന് പലരും എടുക്കാൻ മടിക്കുന്ന കാരണം പല തറവാടുകളും ഇന്ന് നശിച്ചു പോകുന്നത്. ഇനി ഇവിടെ കുറേ അറ്റകുറ്റപ്പണികൾ ചെയ്ത് പഴമ നഷ്ടപ്പെടാതെ പുതിയതുപോലെ ഈ തറവാടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലവരിപ്പോൾ. ഇളം വെയിലും നല്ല കാറ്റും കൊണ്ട് കുറേ സമയം ഞാനിവിടെ ചെലവഴിച്ചു. ഇനി ഈ പത്തായപ്പുരയുടെ അകത്ത് എങ്ങനെയാണെന്ന് പോയി നോക്കാം. താഴെ 3 മുറികളും ഒരു വലിയ അടുക്കളയുണ്ട്. മുകളിൽ അതുപോലെ 3 മുറികളുണ്ട്. അതിന് മുകളിലായി പണ്ടത്തെ വീടുകളിലെല്ലാം കണ്ടുവന്നിരുന്ന തട്ടുംപുറമുണ്ട്. മരത്തിൽ പണിതീർത്ത ഈ പഴയ പടികൾ കയറി മുകളിൽ പോയി അവിടെ നിന്ന് നമുക്ക് കാഴ്ചകൾ കാണാം. മുറികളിലൊന്നും ഇപ്പം വെളിച്ചമില്ല. നേരത്തെ പറഞ്ഞ ആ അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞാലേ മുറികളെല്ലാം നമുക്ക് വൃത്തിയായി കാണാൻ കഴിയും. കാലിയായി കിടക്കുന്ന മുറികളാണ് ഇപ്പം ഇവിടെയെല്ലാം. വെളിച്ചക്കുറവ് മൂലം അതൊന്നും വൃത്തിയായി ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. മുകളിലത്തെ നിലയിൽ ഏറ്റവും അവസാനത്തെ റൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ജനാലയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന ആ വഴി കാണുന്നുണ്ട്. വെറുതെ ഇവിടെ പക്ഷികളുടെ ശബ്ദവും കേട്ട് കാറ്റും കൊണ്ട് കാഴ്ചകൾ കണ്ടിരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല. തട്ടുംപുറത്ത് കയറാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെ കയറാനുള്ള വാതിലിൻ്റെ താക്കോൽ കയ്യിലില്ലാത്തത് കാരണം ഇന്ന് ആഗ്രഹം ഉപേക്ഷിക്കേണ്ടി വന്നു. ഇനി ഇവിടെ പഴയൊരു അടുക്കളയുണ്ട്. ഇന്നത്തെ വീടിൻ്റെ 2 ബെഡ്റൂമുകൾ കൂടി ചേർന്നുള്ള വലുപ്പമുണ്ട് ഈ അടുക്കളയ്ക്ക്. തറവാട്ടിലെ പൂജ നടക്കുമ്പോൾ മാത്രമാണ് അടുക്കള ഉപയോഗിക്കുന്നത്. ഈ വീട്ടിലെ കാഴ്ചകളെല്ലാം കാണുമ്പോൾ ഇവിടെ പണ്ട് ജീവിച്ചിരുന്ന ആളുകളിൽ ഒരാളായി ഞാനും മാറി.
കാരണം ഈ പഴയ തറവാട്ടിൽ അവരെങ്ങനെയാണ് ജീവിച്ചു വന്ന എന്ന് അവരിൽ ഒരാളായി മനസ്സിൽ സങ്കല്പിച്ച് നോക്കുമായിരുന്നു. തറവാട്ടിനകത്ത് തന്നെ ചെറിയൊരു അമ്പലമുണ്ട്. ദൈവപുര എന്ന ഇവിടെയുള്ളവർ ആ അമ്പലത്തിനെ വിളിക്കുന്നത്. ഭുവനേശ്വരി ദേവിയെ സങ്കല്പിച്ച് പീഠവും വാളും, കാർണവർ പീഠവും, ബ്രഹ്മരക്ഷസ്, സങ്കല്പത്തറയും ഇവിടെയുണ്ട്. കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഒരു കിണർ കാണാൻ സാധിച്ചു. ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്കെല്ലാം ഈ കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്നത്. നല്ല തണുപ്പുള്ള തെളിഞ്ഞ വെള്ളം. ഒരു മലയോര പ്രദേശമായത്. എന്നിരുന്നാലും വേനൽക്കാലത്തും ഈ കിണർ വറ്റില്ല എന്നറിയാൻ കഴിഞ്ഞത്. ഒരു കാലത്ത് ഇതെല്ലാം കൊടും കാടുകളായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ കാട് നശിപ്പിച്ച് അവിടെ വീട് വെച്ച് കൃഷി ചെയ്യാൻ ആരംഭിച്ചു. പക്ഷേ ആ കാടുകളിൽ ചെറിയൊരു ഭാഗം നശിപ്പിക്കാതെ സൂക്ഷിച്ചു. പക്ഷികൾക്കും മൃഗങ്ങൾക്കും നാഗങ്ങൾക്കും വേണ്ടിയായിരുന്നു ആ സ്ഥലം. പ്രകൃതിയെ ദൈവമായി കണ്ട് അവിടെ പൂജിച്ചു തുടങ്ങി. സർപ്പക്കാവുകളുടെ പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിൽ എന്നെ സ്വാധീനിച്ച ഒരു ഐതിഹ്യമാണ് ഞാനിവിടെ പറഞ്ഞത്. സർപ്പക്കാവുകളിൽ സർപ്പങ്ങളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വഴി പ്രകൃതിയെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഈ തറവാട്ടിലെ സർപ്പക്കാവിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പഴയ തറവാടുകളിലെല്ലാം ഇതുപോലുള്ള സർപ്പക്കാവുകൾ കാണാൻ കഴിയും. ചുറ്റുവട്ടത്തായി താമസിക്കുന്ന ഈ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് നാഗങ്ങളുടെ അവിടെയും ദൈവപുരയിലും സ്ഥിരമായി വിളക്ക് വയ്ക്കുന്നത്. ഈ തറവാടിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒരു സ്ഥലം കൂടി കാണാനുണ്ട്. തറവാടിൻ്റെ ഗേറ്റ് കടന്ന് അകത്ത് കയറി വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെ കണ്ടൊരു കാഴ്ചയായിരുന്നു അത്. ഇവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുന്നതിന് മുമ്പ് ആ സ്ഥലം വിശദമായി കാണണമെന്ന് മനസ്സിൽ നേരത്തെ ഉറപ്പിച്ചതായിരുന്നു. ഈ ചുറ്റുവട്ടത്ത് കുറേ വലിയ കുളങ്ങളുണ്ടെങ്കിലും ഈ ചെറിയ കുളമായിരുന്നു എന്നെ ഏറെ ആകർഷിച്ചത്. നല്ല വെയിൽ വന്നു തുടങ്ങി. പക്ഷേ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾ കാരണം ഇവിടെ അധികം വെയിലറിയുന്നില്ല. ഇതുപോലൊരു പഴയ വീട് നശിപ്പിച്ച് കളയാതെ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത ആ മഹാമനസ്സിന് ഒരുപാട് നന്ദി പറയാനുണ്ട്. എല്ലാ കുടുംബത്തിലും ഇതുപോലെ ഒരാളുണ്ടായാൽ മതി. ആ തറവാട് നശിക്കില്ല. നേരിട്ട് കണ്ടില്ലേലും അയച്ച മെസ്സേജിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്, ഈ തറവാട് അവർ സംരക്ഷിക്കും. പലരുടെയും സ്വപ്നമാണ് കേരള തനിമയുണർത്തുന്ന പച്ചപ്പിനിടയിൽ സ്ഥിതി ചെയ്യുന്ന അതുപോലൊരു വീട് സ്വന്തമാക്കണമെന്നും തനി മലയാളിയായി അവിടെ താമസിക്കണമെന്നും. എനിക്കധികം പരിചയമില്ലാത്ത സ്ഥലം കോങ്ങാട്. ഇതിനു മുമ്പ് കോങ്ങാടിനെ കുറിച്ച് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കുന്നിന് മുകളിലുള്ള തിരുവിൽപ്പാറ ക്ഷേത്രവും പിന്നെ കോങ്ങാടുള്ള വേറൊരു തറവാടും. ആ 2 വീഡിയോൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. പോകുന്ന വഴിക്ക് മനോഹരമായൊരു ചെക്ക് ഡാം കൂടിയുണ്ട്. അതുകൂടി നമുക്കൊന്ന് കാണാം. ഇപ്പോഴത്തെ വെയിൽ കണ്ട ഇന്നലെ രാത്രി വരെ മഴയായിരുന്നെന്ന് ഒരിക്കലും പറയില്ല. പുഴയിൽ വെള്ളം നിറഞ്ഞൊഴുകുന്നുണ്ട്. ഈ ഒരു ചെക്ക് ഡാം അന്വേഷിച്ചായിരുന്നു കുറച്ച് വളഞ്ഞ വഴിയെടുത്ത് ഇതുവരെ വന്നത്. ഇതുവരെ കണ്ടതിൽ വെച്ച് വ്യത്യസ്തമായൊരു ചെക്ക് ഡാമാണ്. സത്രംകാവ് ബ്രിഡ്ജ് എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തിട്ടായിരുന്നു ഇതുവരെ എത്തിയത്. ചെക്ക് ഡാമിന് തൊട്ടപ്പുറത്തായിട്ടാണ് സത്രംകാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കല്ലടിക്കോട് കോപ്പറേറ്റീവ് ബാങ്കിനടുത്ത നമ്മൾ ഈ കാണുന്ന സ്ഥലം. ഇത്രയും ഇൻഫോർമേഷൻസ് വെച്ച് ചോദിച്ചും ഗൂഗിൾ മാപ്പെല്ലാം നോക്കിയാണ് ഞങ്ങളിവിടെ എത്തിയത്. മെയിൻ റോഡിൽ നിന്ന് കയറി അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളീ കാണുന്നത്. വ്യത്യസ്തമായൊരു ചെക്ക് ഡാം എന്ന് പറയാൻ കാരണം ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയാണ് ഇവിടെ എനിക്ക് തോന്നിയത്. 3-4 ഭാഗങ്ങളിൽ നിന്ന് വെള്ളം ഒരുമിച്ച് വന്ന് ഇവിടെ ചേരുന്നുണ്ട്. അമ്പലത്തിന് മുന്നിൽ നിന്ന് നോക്കുമ്പോൾ പുഴയുടെ മുകളിൽ കൂടെ നടന്നു പോകാൻ പാകത്തിലുള്ള ഒരു ചെറിയ പാലം പോലെയാണ് ഈ സ്ഥലം തോന്നുന്നത്. നട്ടുച്ച സമയം എന്നാലും തണൽ നോക്കി ഇവിടെ കുറച്ചു പേര് വന്നിരിക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇളം കാറ്റും കൊണ്ട് കുത്തി ഒലിച്ചു പോകുന്ന വെള്ളത്തിൻ്റെ ശബ്ദവും കേട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ വെള്ളത്തിൽ നിന്ന് ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം ഇവിടെ ഇരിക്കാൻ. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും അപകടം പതിയിരിപ്പുണ്ട്. പാലക്കാടൻ ഗ്രാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു കാഴ്ചയാണ് കോങ്ങാട് സമ്മാനിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.